കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. ഒരു വിശുദ്ധ സഭായവും കൂടെ ഈ ദേശത്ത് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അവസരമൊരുക്കി തന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. നമ്മൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് പാടുവാൻ തൊക്കെയായി, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം കേട്ടോ, നമ്മൾ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് വരെ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞേ. ആ ദിവസം വരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും നമ്മളെ സൂക്ഷിക്കുവാൻ, നമ്മളെ കരുതുവാൻ, നമുക്ക് ആവശ്യമായി നൽകി തരുവാൻ ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ നാളും കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ പാദപ്പെടുത്തങ്ങളിൽ നമ്മൾ കടന്നു വന്നിരിക്കുമ്പം വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് തിരിക്കാം. 29-ാം സങ്കീർത്തനമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിൽ പാടുവാൻ തൊക്കണം. ഇവിടെ 29-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് നമ്മളവിടെ കാണുവാൻ തൊക്കണം സാധിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും പോകുവാൻ തൊക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ വളരെ ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നത്, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. സ്തോത്രം. ആരോടാണ് ആഹ്വാനം ചെയ്യുന്നത്? ദൈവത്തിൻ്റെ മക്കളോട്. സ്തോത്രം. ദൈവപുത്രന്മാരോട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകി തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുമാണ് സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നത്, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയ്ക്ക് കൊടുപ്പീൻ. സ്തോത്രം. ഇവിടെ വായിക്കുന്ന യഹോവയ്ക്ക് കൊടുപ്പീൻ. അപ്പം ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ സ്തോത്രം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തൊക്കണം സാധിക്കുന്നത്, 50-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ തൊക്കണം 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, നിൻ്റെ വീട്ടിൽ നിന്ന് കാളയോ നിൻ്റെ തൊഴുത്തിൽ നിന്ന് കോലാട്ടുകൊറ്റനെയോ ഞാൻ എടുക്കയില്ല. ആ ആ ആ ആ ആ ആ ആ ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? യെസ്. ഇന്ന് പകൽക്കാലം ദൈവപുത്രന്മാരോട് പറയുന്നത്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാളകളുടെ രക്തവും മാംസവും ഞാൻ തിന്നത്തില്ല. പിന്നെ നീ എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രയാഗമർപ്പിക്കുക. അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഓർപ്പിക്കുന്നത്, ദൈവമക്കളായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഇന്ന് പകൽക്കാലം അവന് സ്തോത്രയാഗം അർപ്പിക്കുക. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം കാളകളുടെ രക്തവും മാംസവും ഒന്നും ദൈവത്തിന് വേണ്ട. പിന്നെ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ. എന്താണ് കൊടുക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രവും ഹല്ലേലൂയ അവന് സ്തുതിയും കൊടുപ്പിൻ. എന്നാൽ സ്തോത്രം, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ തൊക്കണം സാധിക്കും. പുറപ്പാട് പുസ്തകം 25-ന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചട്ടെ. യഹോവ മോശയോട് കൽപ്പിച്ചതെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. യെസ്. നല്ല മനസ്സോടെ കൊണ്ടുവരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. പ്രൈസ് ദി ലോർഡ്. നിർബന്ധത്താലല്ല. പ്രൈസ് ദി ലോർഡ്. സ്വമേധയാ നല്ല മനസ്സോടെ. ഇന്ന് പകൽക്കാലം ഒരു സ്തോത്രം അർപ്പിക്കുന്നെങ്കിൽ അത് നല്ല മനസ്സോടെ അർപ്പിക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നെങ്കിൽ അത് നല്ല മനസ്സോടെ ആയിരിക്കണം, നിർബന്ധത്താലേ അല്ല. സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വേറൊരു പശ്ചാത്തലത്തിലാണ് വായിക്കുന്നതെങ്കിലും അവിടെ വായിക്കുന്നത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു, നിർബന്ധത്താലല്ല. പ്രൈസ് ദി ലോർഡ്. നിർബന്ധത്താലല്ല, പിന്നെ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ.
സ്തോത്രം. ദൈവത്തിന് കൊടുക്കുന്ന സ്തോത്രം എന്ന യാഗം അർപ്പിക്കുകയാണ്. സ്തോത്രം. എന്താണ് കൊടുക്കേണ്ടത് എന്ന് അതിൻ്റെ ഒന്നാമത്തെ വാക്യം, അടുത്ത വാക്യത്തിൽ നമ്മൾ ഒന്നാമത്തെ വാക്യം സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. എന്താണ് കൊടുക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. കാളയെ വേണ്ട, ആടിനെ വേണ്ട, ആട്ടുകൊറ്റൻ്റെ രക്തം വേണ്ട, പക്ഷികളെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ദൈവത്തിൻ്റെതാണെന്നാണ് പറയുന്നത്. പിന്നെ എന്തു കൊടുക്കണം? യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. അപ്പൊ ആരാധനയ്ക്ക് കടന്നു വരുമ്പം ദൈവത്തിന് കൊടുക്കേണ്ടത് സ്വമേധയാ കൊടുക്കണം, വില്ലിംഗ്ലി ആയിട്ട് കൊടുക്കണം. ആരുടെയും നിർബന്ധത്താലല്ല, നല്ല മനസ്സോടെ കൊടുക്കണം. സ്തോത്രം ചെയ്യുമ്പോൾ നല്ല മനസ്സോടെ സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. വേദപുസ്തകത്തിൽ ഒരു വ്യക്തി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ തൊക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 34-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 34-ാമത്തെ വാക്യം. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, രാജാവാണ് ഹല്ലേലൂയ ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസി അല്ല എന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താ ദൈവത്തിന് ഈ മഹത്വം കൊടുക്കുവാനുള്ള കാരണം? തൻ്റെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ സംഭവിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിച്ചത്? സ്തോത്രം തനിക്കറിയാം, തനിക്ക് ഭക്ഷിക്കുവാനൊക്കെ ധാരാളമുള്ള സ്തോത്രം രാജകീയ ഭോജനമാണ് തനിക്ക് വേണ്ടി ഭൃത്യന്മാരൊരുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം മേശമേൽ ഒരുക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്തോത്രം നമുക്കറിയാം, മജ്ബൂസ് കാണും, അല്ലെങ്കിൽ ഒട്ടകത്തെ നടുക്ക് വെച്ചിരിക്കുന്നത് കാണാം, കോഴിയെ വെച്ചിരിക്കുന്ന ആഹാരം ഉണ്ടായിരിക്കാം, പ്രൈസ് ദി ലോർഡ്, ആടിനെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ആഹാരം ഉണ്ടായിരിക്കാം. അങ്ങനെ പ്രത്യേകതരമായ വിശിഷ്ട അനുഭവങ്ങളൊക്കെ തൻ്റെ മേശമേൽ ഒരുക്കിയിരിക്കുമ്പം പ്രൈസ് ദി ലോർഡ്, താന് ഒരു ദിവസം അത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, ഞാൻ ഇമാജിനേഷനിൽ അങ്ങ് പറയുകയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. താൻ അവിടുന്ന് എഴുന്നേറ്റിട്ട് താൻ ഇങ്ങനെ കുനിയുവാനിടയായി, ഒരു മൃഗത്തെ പോലെ. സ്തോത്രം. താൻ അവിടുന്ന് എഴുന്നേറ്റിട്ട് ആ പുറമ്പ് സ്തോത്രം എന്താ പറയുക, ആ പുൽപ്പുറത്തേക്ക് പോയിട്ട് ഈ വെച്ചിരിക്കുന്നതൊന്നും തനിക്ക് കഴിക്കുവാൻ കഴിയാതെ താൻ ആ പുൽപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ഇരിക്കുന്ന പുല്ലും മറ്റ് സാധനങ്ങളുമൊക്കെ ഒരു മൃഗം ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ശരീരത്തെ രോമം പ്രൈസ് ദി ലോർഡ് ഒരു കഴുകൻ്റെ രോമം പോലെ, തൂവല് പോലെ കിളിർത്തു വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. തൻ്റെ നഖമെല്ലാം വളരുവാനിടയായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര നാൾ കഴിഞ്ഞെന്നറിയാമോ? 7 വർഷമെന്ന് നമുക്ക് വിചാരിക്കാം. ഒരു മാസം കൊണ്ട് തീർന്നതില്ല കേട്ടോ. സ്തോത്രം. ഒരു വർഷം കൊണ്ട് ഇതിനൊരു വിടുതൽ ലഭിച്ചിട്ടില്ല. നാളുകളായിട്ട് താൻ പല കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ തൻ്റെ പ്രജകളോ തൻ്റെ ദേശത്തുള്ള മന്ത്രവാദികളോ ആഭിചാരികന്മാരോ ഒക്കെ ചെയ്യാവുന്നതൊക്കെ ചെയ്ത് കാണും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു വിടുതലും സംഭവിക്കാനിടയില്ല. എന്നാൽ 7 സംവത്സരം കഴിഞ്ഞപ്പം ഒരു ദിവസം തൻ്റെ ബുദ്ധി മടങ്ങി വന്നു. തൻ്റെ ബുദ്ധി മടങ്ങി വന്നപ്പോൾ അവിടെ വായിക്കുന്ന താൻ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തി. ഒരിക്കലും മടങ്ങി വരത്തില്ലെന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത്, ഒരിക്കലും താൻ ഈ രാജസ്ഥാനത്തേക്ക് വീണ്ടും വന്നിരിക്കത്തില്ലെന്ന് മറ്റുള്ളവരെല്ലാം വിധി കൽപ്പിച്ച സ്ഥാനത്ത് പ്രൈസ് ദി ലോർഡ് അതേ കസേരയിൽ ആര് കൊണ്ടിരുത്തി? സ്വർഗത്തിലെ ദൈവം കൊണ്ടിരുത്തി. ഇനി നെബൂഖദ്നേസറിനോട് സ്തുതിപ്പാൻ പറയേണ്ട കാര്യമില്ല. നെബൂഖദ്നേസറിനെ ഇവിടെ ഇരുത്തിയത് ആരാണ്? അത്യുന്നതനായ ദൈവം. അവന് ആ തിരിച്ചറിവുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം, നമ്മുടെ ദൈവം ആരാണെന്ന് അറിഞ്ഞു വേണം അവനെ സ്തുതിക്കുവാൻ. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു.
അക്കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. ഞാൻ അത്യുന്നതനായവന്, ദ മോസ്റ്റ് ഹൈ, പ്രൈസ് ദി ലോർഡ്, വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവന്, അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു ദൈവത്തെ അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി. ഇതുവരെ മന്ത്രവാദികളോ ആഭിചാരകന്മാരോ ആ ദേശത്തെ ശകുനവാദികളോ പറയുന്ന ആലലി ദൈവത്തെ ആരാധിച്ചു വന്നിരുന്ന നെബൂഖദ്നേസറിന് ഒരു കാര്യം മനസ്സിലായി: ഒരുവൻ എന്നേക്കും ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവനെ ബഹുമാനിക്കുക. ഇവിടെ സ്തോത്രം, ആരാധനയ്ക്ക് അവനോട് നിർബന്ധിക്കേണ്ട കാര്യമില്ല. അവിടെ ഇൻസ്ട്രുമെന്റിന്റെ പ്ലേയുടെ ഒന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. മറ്റുള്ളവർ കൈകൊട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. തനിക്കൊരു കാര്യം അറിയാം: കഴിഞ്ഞ 7 വർഷക്കാലം എൻ്റെ ശരീരത്തിൽ ഹല്ലേലൂയ സ്തോത്രം എന്താണ് കണ്ടത്? കഴുകനെ പോലെ തൂവലുണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിലെ തൂവൽ ഒറ്റ നിമിഷം കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എനിക്ക് എൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. എത്ര വലിയ രോഗത്തിൽ കൂടെ കടന്നുപോയാലും, മെഡിക്കൽ സയൻസിന് നിനക്ക് സൗഖ്യമാക്കുവാൻ തരാത്ത ഏത് രോഗമാണെങ്കിലും നമ്മുടെ കർത്താവ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. ഇന്ന് പകൽക്കാലം നീ ആരാധിക്കുമ്പം നിന്റെ ആരാധനയുടെ മധ്യത്തിൽ ആരും പറയണ്ട അവനെ സ്തുതിക്കുവാൻ. തന്നെ സ്തുതിക്കും, തന്നെ സ്തുതിക്കും. ദൈവം ചെയ്ത വിടുതലുകൾ ഓർക്കുമ്പം സ്തോത്രം അവന് കഴിയുമോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവന്റെ ആധിപത്യം എന്നേക്കും. ഇതുവരെ നെബൂഖദ്നേസർ വിചാരിച്ചത് ഇതെല്ലാം എൻ്റെ കരത്തിന്റെ മാഹാത്മ്യമാണ്, എല്ലാം എൻ്റേത് 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 എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പൊ പറയുന്നത് എൻ്റേതല്ല, അത്യുന്നതൻ്റെ. അവനാണ് എൻ്റെ രാജ്യത്വത്തിന്മേൽ വാഴുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ മനുഷ്യരെ തനിക്ക് ബോധിച്ചവരെ ആ സ്ഥാനത്തിരുത്തുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. രാജ്യത്തെല്ലാവരും പറഞ്ഞു ഇനി ഇവൻ സ്തോത്രം മടങ്ങി വരത്തില്ല, ഇതോടുകൂടെ അവസാനിക്കത്തെ ഉള്ളെന്ന് ലോകം വിധി എഴുതി. എന്നാൽ സ്തോത്രം സ്വർഗത്തിലെ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി. അതിന് 37-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 36 മുതൽ 36 വായിച്ചാട്ടെ. എൻ്റെ മഹിമയും മുഖപ്രകാശവും, ഈ 7 വർഷക്കാലം ഇല്ലാത്ത മുഖപ്രകാശം മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും ഇതുവരെ അന്വേഷിച്ചു വരാത്തവര് എന്നെ അന്വേഷിച്ചു. ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെടും. ദൈവത്തിൻ്റെ പൈതലെ, ഒരു ദൈവപ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ സ്തോത്രം യഥാസ്ഥാനപ്പെടാത്തതൊക്കെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിൻ്റെ കരം തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നിന്നോട് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ആരും പറയണ്ട കേട്ടോ. വിടുതൽ അനുഭവിച്ച ജനത്തോട് സ്തുതിപ്പാൻ ആരും പറയണ്ട, അവന് മഹത്വം കൊടുക്കുവാൻ ആരും പറയണ്ട. സ്തോത്രം. ശക്തിയും മഹത്വവും കൊടുപ്പീൻ ദൈവപുത്രന്മാരെ. ഹല്ലേലൂയ. അവന് ശക്തിയും മഹത്വവും കൊടുപ്പീൻ. സ്തോത്രം. അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. ഹല്ലേലൂയ. അവൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്തോത്രം. ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നവൻ എന്ന് പറഞ്ഞ അവൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കും. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കിയും ഭൂമിയുടെ ഉന്നതികളിൽ മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. ഒരുത്തനേ ഉള്ളൂ അങ്ങനെയുള്ളവൻ കേട്ടോ. ഒരുപാട് പേരൊന്നുമില്ല. അങ്ങനെയുള്ളവൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. എന്താണ്? വായിച്ചാട്ടെ. യെസ്, അവൻ്റെ പേരാണ് സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. പ്രൈസ് ദി ലോർഡ്. അവൻ കാറ്റിനെ സൃഷ്ടിക്കും.
പ്രൈസലോ ഹല്ലേലൂയ സ്തോത്രം. കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചുകൊണ്ട് സമുദ്രത്തെ രണ്ടായി വിഭാഗിക്കുവാൻ അവൻ ഒരുത്തൻ മാത്രം. പ്രൈസലോ ഹല്ലേലൂയ സ്തോത്രം. അന്ധകാരം പ്രഭാതത്തെ അന്ധകാരമാക്കും. മനുഷ്യന് അനങ്ങാൻ കഴിയാത്ത രീതിയിൽ കൂരിരുട്ട് സൃഷ്ടിച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രം. പ്രൈസലോ ഭൂമിയുടെ ഉന്നതികളിൽ മേൽ നടകൊള്ളുന്നവൻ. അവൻ പറഞ്ഞു, ഞാൻ അർദ്ധരാത്രിക്ക് മിസ്രയീമിന്റെ നടുവിൽ കൂടെ കടന്നു പോകും. അർദ്ധരാത്രിക്ക് നിന്റെ കൂടാരത്തിന്റെ വഴിയിൽ കൂടെ ഞാൻ കടന്നു പോകും. നിന്റെ കൂടാരത്തിൽ രക്തത്തിന്റെ അടയാളമുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞവൻ. എന്നാൽ ദേശത്ത് ന്യായം വിധിച്ച ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്നത്. അവന്റെ പേരെന്താണ്? അവന്റെ പേര് യാഹ്വേ. I am that I am. Praise the Lord. ദൈവത്തിന്റെ പയ്യലെ അവന്റെ നാമത്തിന് തക്ക മഹത്വം കരേറ്റുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഹല്ലേലൂയ നമ്മൾ അതിൻ്റെ സങ്കീർത്തനം 3 മുതൽ പ്രൈസ് ദി ലോർഡ് 9 വരെയുള്ള വാക്യങ്ങളിൽ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുവാൻ തക്കുന്നത്. യഹോവയുടെ ശബ്ദം, യഹോവയുടെ ശബ്ദം. 7 പ്രാവശ്യം ദൈവത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച്, യഹോവയുടെ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. യഹോവയുടെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ദൈവത്തിൻ്റെ വാക്ക്. ദൈവം സംസാരിക്കുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നത്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പം പ്രൈസലോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർന്നു വന്ന തിരമാലയും കാറ്റിനോടും പറയുവാനിടെ, കാറ്റേ നീ അടങ്ങുക, കടലേ നീ ശാന്തമാകുക. യഹോവയുടെ ശബ്ദം. പ്രൈസലോ. വേറൊരു ഭാഗത്ത് സ്തോത്രം യഫദ തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞപ്പോൾ വിക്കനും ചെകിടനുമായിരുന്നവൻ്റെ ചെവി തുറന്ന് അവൻ നന്നായി സംസാരിക്കുവാനിടയായി. സ്തോത്രം. 38 സംവത്സരം കുളക്കടവിൽ കിടന്ന വ്യക്തിയോട് പറഞ്ഞു, നീ കിടക്ക, എടുത്ത് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ അവൻ്റെ ശരീരം ബലപ്പെടുവാനിടയായി, അവൻ്റെ അസ്ഥികൾ ബലപ്പെടുവാനിടയായി. ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ ചെന്നുകൊണ്ട് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ കല്ലറയിൽ ഇരിക്കുന്നവന്റെ ചെവിക്കകത്തേക്ക് ആ ശബ്ദം ധ്വനിച്ചപ്പോൾ മരിച്ച് 4 ദിവസമായ അവന്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ച ശക്തി ദൈവത്തിന്റെ പൈതലെ ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന് മഹത്വം കൊടുക്ക. അവന്റെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. അവന്റെ ശബ്ദ അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. മാൻപടകളെ പ്രസവിക്കുമാറാക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് അവിടെ നമ്മൾ അതിനെ വിസ്തരമായി സംസാരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. എന്നാൽ അതിൻ്റെ അവസാനത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 11-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, കർത്താവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് അവന് ശക്തിയും മഹത്വം കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഈ ആലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിനിപ്പുറമായി യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടതെന്ന് പറയാം കുറച്ച് പൈസയല്ല കേട്ടോ. ഏറ്റവും അത്യാവശ്യം വേണ്ടത് കുറച്ച് സമ്പത്തൊന്നുമല്ല, സമാധാനമാണ് വേണ്ടത്. സമാധാനമാണ് വേണ്ടത്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. ആ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് മടങ്ങിപ്പോകാം. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഈ അനുഗ്രഹത്തോടെ മടങ്ങിപ്പോവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തന ഭാഗം ഞാൻ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.